അപ്പോൾ യൂണിഫോമായിട്ട് ബന്ധപ്പെട്ട് ഇതൊരു പ്രശ്നമാവില്ലെന്ന് ചോദിച്ചാൽ, യൂണിഫോം എന്താണോ അത് ധരിച്ചിരിക്കണം കുട്ടികൾ. അതോടൊപ്പം അവരുടെ മതത്തിൻ്റെ ഭാഗമായ ചില ചിഹ്നങ്ങൾ, കുരിശുമാല ധരിക്കുക, പൊട്ട് ധരിക്കുക, ഇതൊന്നും യൂണിഫോമിന് വിരുദ്ധമല്ല. അപ്രകാരം തന്നെയാണ് മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ തലമറക്കുക എന്നതും, മുസ്ലിം പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം തലമറക്കുക എന്നതും അത് യൂണിഫോമിന് വിരുദ്ധമല്ല. യൂണിഫോം ധരിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു യൂണിഫോം കോഡ് ഒരു സ്കൂളിൽ കൊണ്ടുവരുന്നു. ഇപ്പോൾ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഈ പച്ച കളറുള്ള ഒരു പാവാടയും ചുവപ്പ് കളറുള്ള ഒരു കുപ്പായവും അവർ യൂണിഫോമായി കൊണ്ടുവരുന്നു. ആ കുപ്പായത്തിന് ഇത്രക്കാണ് കൈ എന്നത് സങ്കല്പിക്കുക. ആ യൂണിഫോം ധരിച്ചിരിക്കണം. അതിൻ്റെ ഉള്ളിൽ ഈ കൈ കാണാത്ത വിധമുള്ള ശരീരത്തോട് ഏകദേശമൊക്കെ ചേർന്ന് നിൽക്കുന്ന മറ്റു ചില ഡ്രസ്സുകൾ ധരിക്കുന്നത് യൂണിഫോമിന് വിരുദ്ധമല്ല. അരക്ക് വരെയാണ് യൂണിഫോമിൻ്റെ, അല്ലെങ്കിൽ മുട്ടുവരെയാണ് യൂണിഫോമിൻ്റെ സ്കേർട്ട് പാവാടയെങ്കിൽ അത് ധരിക്കുന്നതോടുകൂടെ ശരീരത്തിൻ്റെ കാൽഭാഗം മുഴുവൻ മറക്കും വിധത്തിലുള്ള മറ്റൊരു ഡ്രസ്സ് ധരിക്കുക എന്നത് യൂണിഫോമിന് വിരുദ്ധമല്ല. യൂണിഫോം ധരിച്ചിരിക്കണം എന്നത് പൊതുവെ കുട്ടികൾ ഒന്നിച്ച് തിരിച്ചറിയാൻ വേണ്ടിയാണ്. ആ ക്ലാസ്സിലെ കുട്ടിയാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ്, ആ സ്കൂളിലെ കുട്ടിയാണെന്ന് മനസ്സിലാക്കാനാണ്. പിന്നെ കുട്ടികൾ വ്യത്യസ്തങ്ങളായ ഡ്രസ്സുകൾ കൊണ്ടിടുന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സൗന്ദര്യം നോക്കിയിട്ടും അതിൻ്റെ പൂവിനെ പറ്റി വിലയിരുത്തിയിട്ടും ടൈമും ശ്രദ്ധയും കളയുന്നു കരുതിയിട്ടാണ്. എല്ലാവരും ഒരേ ഡ്രസ്സാണെങ്കിൽ എല്ലാവർക്കും പ്രത്യേകിച്ച് നോക്കാനൊന്നുമില്ല. ഇങ്ങനെ കുറേ ലക്ഷ്യം വെച്ചിട്ടാണ് യൂണിഫോം എന്ന് പറയുന്ന സിസ്റ്റം നടപ്പിലാക്കുന്നത്. അതോടൊപ്പം അവരുടെ മതത്തിന് ഒതുങ്ങാത്ത വിധം അല്ലെങ്കിൽ മതനിയമങ്ങൾക്ക് യോജിക്കാത്ത വിധമാണ് ആ ഡ്രസ്സെങ്കിൽ അത് ധരിച്ചുകൊണ്ട് തന്നെ മതത്തിൻ്റെ നിയമങ്ങൾ പാലിക്കുന്നതിന് യാതൊരു തടസ്സമില്ല.